നമസ്കാരം. ഹരിതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി നമ്മൾ എത്തിയിരിക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴ റോഡിലൂടെ കാപ്പിലാണ്. ഇവിടെ ഒരു കർഷക കൂട്ടായ്മയുണ്ട്. അത് ഒരു 4-5 സുഹൃത്തുക്കൾ ചേർന്നുള്ള കർഷക കൂട്ടായ്മയാണ്. അവർ ഓണം വിപണിയും അല്ലാതെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. ചേന, ഏത്തവാഴ തുടങ്ങിയവ. നമുക്ക് അവരുടെ കൃഷി വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമുക്ക് ഈ കർഷക കൂട്ടായ്മയെ ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാജൻ. രാജൻ. സാബു. നിങ്ങൾ 5 പേര് കൂടിയിട്ടാണ് ഇവിടെ? 5 സുഹൃത്തുക്കൾ പരസ്പരം. മറ്റൊരു പേരും കൂടി ഒന്ന് പറയാമോ? മറ്റ് ഒരെണ്ണം സജീവ് KS, ഒരെണ്ണം സജീവ് K. 2 സജീവ്. പിന്നെ ഒരെണ്ണം വിനയചന്ദ്രൻ, ബാബു. ഇവരെല്ലാം ഇപ്പൊ നമ്മുടെ ഈ പറമ്പിന്റെ പരിസരത്തൊക്കെ ഉള്ളവരാണ്. നമ്മള് തൊട്ടടുത്തുള്ള വീട്. ബാക്കി ഇപ്പൊ എല്ലാവരും റിട്ടയർഡ് ആയവരുണ്ട്. 3 പേര്. എത്ര പേര്? 2 പേരാ സർവീസ് അല്ലാത്തവർ. അപ്പോ എനിക്ക് തോന്നുന്നു ഇത് പറമ്പുള്ളത് NSSന്റെ ആണ്. അപ്പൊ നമ്മള് പാട്ടത്തിനായിട്ട് കൃഷി പാട്ടം ഒരു തുക നിശ്ചയിച്ചിട്ടില്ല. ഇല്ല, ഇത് അവരുടെ വിള സംരക്ഷിച്ചാൽ മാത്രം മതി. തെങ്ങും തൈയാണ്, തെങ്ങുണ്ട്, അത് നമ്മൾ സംരക്ഷിക്കണം. നമ്മളിവിടെ മറ്റുള്ള ചെറു കൃഷികളെല്ലാം ചെയ്യണം. അപ്പൊ സാധാരണ രീതിയിൽ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിനും അതൊരു നല്ല ഗുണമാണ്. ഇതിപ്പോ എത്ര വർഷമായി ഇതിങ്ങനെ തുടങ്ങി? 2ാം വർഷം. കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ട്. എല്ലാ കൃഷി, പടവലം, പാവലം, പയറ്, പച്ചക്കറി മൊത്തം ഇല്ല, പിന്നെ വാഴ ഉൾപ്പെടെ. പക്ഷെ അത് കാലാവസ്ഥ അനുകൂലം അല്ലാത്തതുകൊണ്ട് പച്ചക്കറിയും നമ്മൾ ഉദ്ദേശിച്ച് കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ 3 പേര് ജോലിക്ക് പോയിരുന്നവരാണ്, സർവീസിലായിരുന്നവരാണ്. അപ്പൊ കൃഷിയും പരിപാടി ഒന്നും ഇല്ലാത്തവരാണ്. ഞങ്ങൾ ചെറുപ്പത്തിലോട്ട് വീട്ടില് ചെറിയൊരു കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോ നമ്മള് തൊടുപുഴയുടെ ടൗണിൽ തന്നെ അടുത്ത് തന്നെ കാപ്പ് മൂവാറ്റുപുഴ റോഡിലാണ്. തൊടുപുഴയിൽ നിന്ന് 4 കിലോമീറ്റർ ചെല്ലുവാനും അത്രേ ഉള്ളൂ. അപ്പൊ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടത്തെ ഈ സ്ഥലം അല്ലാതെ ഇതൊരു 1 ഏക്കർ 2 ഏക്കർ? ഇത് 1 ഏക്കർ 20 സെന്റ് ഉണ്ട്. പക്ഷെ കുറച്ച് വെള്ളം എടുക്കുന്നതിന് കുളമുണ്ട്. അപ്പൊ അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലം പിന്നെ വേറെ ഞങ്ങൾ ആറ്ററമ്പിലൊരു 20 സെന്റ് സ്ഥലമുണ്ട്. അത് NSSന്റെ അല്ല, വേറെ NSSന്റെ അല്ല, പുറത്തൊരു വ്യക്തിയുടെ മേടിച്ചിട്ടേക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മള് പറമ്പ് കൃത്യമായിട്ട് നോക്കിയാൽ മതി. പറമ്പ് നോക്കണം കൃത്യമായിട്ട്, മെനയായിട്ട്. അതാ പുള്ളിയുടെ ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ അവിടെയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഞങ്ങൾ ചേന വെച്ചിട്ടുണ്ട്, കപ്പ നട്ടിട്ടുണ്ട്. ചേനയുണ്ടല്ലേ? അതെ. അത്യാവശ്യം ചേനയുണ്ട്. ഇപ്പൊ നമുക്ക് ഓണം വിപണിയോടനുബന്ധിച്ചാണ് ഞങ്ങൾ ചെയ്തേക്കുന്നല്ലേ. പിന്നെ നമ്മള് കൊറേ കപ്പയുണ്ട് അല്ലേ? കപ്പയുണ്ട്. പിന്നെ വാഴയാണ് മെയിനായിട്ട് കൃഷി, വാഴയാണ്. പിന്നെ ചെറു കൃഷികള് പടവലം, പാവലം, മുളക്, മഞ്ഞള്. കഴിഞ്ഞ വർഷം കൂടുതൽ ചെയ്തായിരുന്നു. പച്ചമുളകും അങ്ങനെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു. ചീര ഉൾപ്പെടെ ചെയ്തായിരുന്നു. ഇപ്പൊ ഈ വാഴയുള്ളതില് ഏത്തവാഴയാണോ കൂടുതലായിട്ട്? ഏത്തവാഴയും അല്ലാത്ത വാഴകളുണ്ട്. റോബസ്റ്റയും ഞാലിപ്പൂവനും ഏത്തവാഴയും. ഭൂരിപക്ഷം ഏത്തവാഴ തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ ഏകദേശം പെട്ടെന്ന് ഇപ്പൊ കൊലച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്തിരി കാലാവസ്ഥയുടെ മാറ്റമാണെന്ന് തോന്നുന്നു. അപ്പൊ ഓണത്തിനാകുമ്പോഴത്തേക്ക് അത് മാർക്കറ്റിൽ എത്തിക്കാൻ സംശയമുണ്ട്. അല്ലേ? പിന്നെ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു നിങ്ങളുടെ ഈ കൂട്ടായ ആലോചന? നിങ്ങൾ സുഹൃത്തുക്കളാണോ പരിചയക്കാരാണോ? ഞങ്ങള് സുഹൃത്തുക്കളാണ്. 2-3 ബന്ധുക്കളുണ്ട്. സാബു എന്റെ ബന്ധുവാണ്. അങ്ങനെ ഇതിപ്പോ വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരു സാധാരണ രീതിയിലൊരു സംഘടനയുടെ ആഭിമുഖ്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള വലിയ വലിയ കൂട്ടായ്മകളുടെ സംരംഭങ്ങളുടെ ഭാഗമായിട്ട് ഒരു കൂട്ടായ്മ വൈകുന്നേരം കളിച്ചു ആയിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. നല്ലൊരു ഉണ്ടാവും എന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും പണിയാനൊന്നും വരുന്നില്ല. നമ്മൾ തന്നെ നിങ്ങൾ തന്നെ മാറി മാറി ഉണ്ടാവൂലേ ആരെങ്കിലൊക്കെ എന്നും കാണും. അപ്പൊ ഇതൊരു മാതൃക തന്നെയാണ് മറ്റുള്ളവർക്കും എല്ലാവർക്കും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു റിട്ടയർഡ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്നതല്ല. അത് മാത്രല്ല ഈ സുഹൃത്തുക്കളും ഈ മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധങ്ങളും അതൊക്കെ ഒരു നല്ല തന്നെ ഇന്നത്തെ കാലഘട്ടത്തില്. പിന്നെ നല്ല രീതിയിൽ വന്നായിരുന്നു നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റും. ഞങ്ങൾ മിക്കവാറും ഈ സാധനം വിളവ് ഈ നാട്ടിൽ തന്നെ പറിക്കുമ്പോ തന്നെ ഇതിലെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ കണ്ട് നമ്മളപ്പം മാർക്കറ്റിലെ വിലയേക്കാളും കുറച്ച് അവർക്ക് നമ്മുടെ നാട്ടുകാർക്ക് നല്ലൊരു. അപ്പൊ തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഇപ്പൊ നല്ല സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് അധികം വിഷമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ നല്ല ഗുണനിലവാരമുള്ള നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് വിലയേക്കാട്ടും കുറഞ്ഞ വിലയ്ക്ക് ഇത് വിളവെടുക്കുന്ന സമയത്താണ് അങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വാഴക്കൊല വെട്ടി സീസൺ ഓണം കഴിഞ്ഞിട്ടായിരുന്നു. മാർക്കറ്റിൽ വന്നപ്പോ നമുക്ക് ഉദ്ദേശിച്ച വില കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഗുണമായിരുന്നു. നല്ല വിലയുണ്ട്. സീസൺ സമയത്ത് അപ്പൊ ഇപ്പൊ 2 വർഷമായാലും പഠിച്ചു വരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഏതൊക്കെ കൃഷിയാണ് കൂടുതൽ നമുക്കും സന്തോഷം നൽകുന്നതോടൊപ്പം തന്നെ അല്പം ആദായകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ കൃഷിഭവനിന്റെ നിർദ്ദേശം അവരിത് വന്ന് കണ്ടിട്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏത് കൃഷിഭവൻ? ഇവിടെ മഞ്ഞള്ളൂർ കൃഷിഭവൻ. മഞ്ഞള്ളൂർ കൃഷിഭവൻ അവരുടെ ഓഫീസറുടെ ഒക്കെ നല്ല സഹായം. അവർ വന്ന എല്ലാ കാര്യങ്ങളും അഭിപ്രായം സമയാസമയങ്ങളിൽ പറഞ്ഞു തരും. ചെയ്യേണ്ട മരുന്ന് എന്താണ്, വളം എന്താണെന്നുള്ള അവരൊരു നിർദ്ദേശം ഞങ്ങൾക്ക് തരും. പിന്നെ ഞങ്ങളുടെ മെമ്പർ ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങളെ പറ്റി പറയാം. ഇപ്പൊ ഞങ്ങളുടെ കൃഷി വന്ന് കണ്ടിട്ട് പല ആൾക്കാരും ഇപ്പൊ സമയപ്രദേശങ്ങളിൽ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. കൃഷി ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഈ വർഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ചേന, പിന്നെ കുറച്ച് കപ്പ ഉണ്ട്, പിന്നെ ഏത്തവാഴയുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇപ്പൊ ഈ 3 ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നു? കഴിഞ്ഞ വർഷം അത് കൂടാണ്ട് തക്കാളി, ചീനി, പടവലം, പാവലം, വഴുതന, വെണ്ട, ചീര, എല്ലാ കൃഷി പച്ചക്കറി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ ഇവിടെ കാലാവസ്ഥ അനുസരിച്ച് വളരുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ. പക്ഷെ പയറൊക്കെ 1500 രൂപയിലേക്ക് അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം ചേന ഉണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലേ? ചേഞ്ച് ചെയ്തു. അവിടെ ചേന ഈ വെള്ളത്തിന് നമ്മൾ ഇപ്പൊ എങ്ങനെയാണോ മോട്ടറാണോ? വെള്ളം ഇവിടെ കരയോഗത്തിന്റെ കുളമുണ്ട്, അവര് മോട്ടർ വെച്ചേക്കുന്നു. അപ്പൊ ആ മോട്ടർ നമുക്ക് ഉപയോഗിക്കാം. അത് അഗ്രികൾച്ചർ പർപ്പസിന് വെച്ചേക്കുന്ന മോട്ടറാണ്. അപ്പൊ അതിന് ഇങ്ങോട്ട് എല്ലാരും ഉള്ള കാരണം നമുക്ക് കുറെ സമയം 1 മണിക്കൂർ വൈകുന്നേരം വന്ന് സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ നനയ്ക്കാൻ വേണ്ടി അല്ലേ? ഇപ്പൊ വെള്ളക്കെട്ട് അപ്പുറത്താണ് ഇച്ചിരി വെള്ളക്കെട്ട് വരുന്നത് മഴ പെയ്യാണ്. ഇപ്രാവശ്യം മഴ അത്ര കുറവായിരുന്നു. അപ്പൊ അവിടെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ലല്ലോ കഴിഞ്ഞ തവണ ഇട്ട. അവിടെ ചെയ്തിട്ട് അത് ആ കാലാവസ്ഥ മാറിയത് കൊണ്ട് എല്ലാം കേടുവന്നു. അത് ഇതായി പോയില്ലല്ലോ, ഉദ്ദേശിച്ച ഫലം കിട്ടാത്തോണ്ടാണല്ല, അല്ലെങ്കിൽ അവിടെയും കൂടി ഉണ്ടാവും. ഇപ്പൊ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നൂല എണ്ണം. ഈ വാഴയുണ്ടല്ലോ കൂടുതൽ മറ്റതും ഉണ്ട്. കുറച്ചേ ഉള്ളൂ, സൈഡിൽ കൂടെ വെച്ചേക്കുന്നത് ഞാലിപ്പൂവൻ. ഇപ്പൊ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു NSSന്റെ ഇവിടെയുള്ള തെങ്ങും തൈകളാണ് വളർന്നു വരുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അല്ലേ? അതെ അതെ. ഇപ്പൊ നാട്ടിൽ മിക്കവാറും തെങ്ങിന് കേടാണല്ലോ. പക്ഷെ ഇതുകൊണ്ട് ഇപ്പൊ പറമ്പിൽ നോക്കുമ്പോൾ തന്നെ തെങ്ങിന്റെ പ്രത്യേക ഒരു പച്ചപ്പും നല്ലൊരു അന്തരീക്ഷം. അപ്പൊ അതും നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ? സാധാരണ രീതിയിൽ ഇപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു രീതിയിലാണ് ഉണ്ടാവാറ്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ അയൽപ്പക്കക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പൊ സാധാരണ ചുമ്മാ സംസാരിച്ചിരുന്ന് സമയം കളയുക എന്നതിനായിട്ട് ഉപരിയായി ഇത്തരം അപ്പൊ കുറച്ച് നിങ്ങൾ തന്നെയാണല്ലോ, വേറെ ആരെയും പണിക്ക് നിർത്തുന്നില്ല. ഇല്ല, പുറത്തുനിന്ന് ആരെയും നിർത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെ മാറി മാറി ഉണ്ടാവുമല്ലോ. 5 ജൈവവളമാണ് ഭൂരിഭാഗം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ജൈവവളം, ചാണാന്, കോഴി വളം,
അതൊക്കെ ഇവിടെ വീടുകളിൽ നിന്നും നമ്മള് ഇറക്കും അത് ആണല്ലേ? തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നു, കൃഷിയുള്ളവരുടെ ചാണകം മേടിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന്റെ മെമ്പറുടെ പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്നും അതുപോലെ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും കുറെയൊക്കെ അവര് സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. ഇനിയിപ്പോ കൂടുതൽ എന്ത് സംഭവം വന്നാലും നമ്മള് ഇനിയിപ്പോ കുറച്ചും കൂടി രീതിയിൽ വിപുലമായ രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്രാവശ്യം? ഇപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞു, അപ്പൊ അതിന്റെ എന്തൊക്കെ പോരായ്മകളാണെന്ന് മനസ്സിലാക്കി ഇനിയിപ്പോ അടുത്ത ഈ വർഷത്തിൽ നട്ടു അടുത്ത സീസണാകുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പ് ആവും. ഇപ്പൊ 20 സെന്റ് ഇപ്പൊ ഈ ഒരു ഏക്കറിനും കൂടാതെ നമ്മൾ 20 സെന്റ് അപ്പുറത്തും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രദേശം ഇങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ഓരോ പദ്ധതികൾ ഉണ്ടായിരുന്നു, തരിശ് ഭൂമി ഇതുപോലെ കൃഷിഭൂമിയാക്കി മാറ്റുന്ന പരിപാടിക്കൊക്കെ. പല ആൾക്കാർ സ്ഥലം തരാന്ന് അത് ശരിയാ. ഇതിപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പരിസരത്ത് തന്നെയാണെങ്കിലല്ലേ നമുക്ക് കൂടുതലായിട്ട് നോക്കി നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഒരാളുടെ വീട് തൊട്ട് ഇതിന്റെ മുന്നിൽ തന്നെ തൊട്ടടുത്ത് തന്നെയുണ്ട്, പിന്നെ മറ്റുള്ളവരൊക്കെ ഈ പരിസരത്തും ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ വേറെ ഇപ്പൊ വണ്ടിക്കൂലി ചെലവോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളൊക്കെ? ഞങ്ങള് രാവിലെ ഒരു 7 മണി കഴിയുമ്പോൾ ഞങ്ങള് പറമ്പിൽ വരും. അപ്പൊ ഒരു 9 മണി വരെ. അപ്പൊ വെയിൽ ആകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പണി നിർത്തിയിട്ട് പോകും. പിന്നെ എക്സ്ട്രാ വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനുശേഷം വൈകിട്ട് ഞങ്ങൾ ഒരു 4:30-ക്ക് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പണി കൂടുതലുള്ള. ഇനിയിപ്പോ നല്ല വേനലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വെള്ളം നനയ്ക്കേണ്ട ആവശ്യം. വാഴയ്ക്ക് നന്നായിട്ട് കൊടുക്കണം. അപ്പൊ അതിനൊപ്പം തന്നെ ഈ വെള്ളത്തെങ്ങിനും നമ്മൾ നനച്ചു കൊടുക്കും. പിന്നെ ഈ ജൈവവളം തന്നെയാണ് നമ്മൾ ജൈവവളമാണ് ഭൂരിഭാഗം ഉപയോഗിക്കുന്നത്. പറയുന്ന സാധനങ്ങളാണ് കൃഷിഭവൻ എന്ന് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ്. അതെ അതെ, രാസവളം. ഇനിയും ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ഒന്നും ഒരു പ്രശ്നമല്ല. അല്ല, ശരിക്കും നമ്മള് ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ സാധാരണ രീതിയിൽ ചിലർക്ക് ഞാൻ റിട്ടയർഡായി ഇനിയിപ്പോ ഒരു പരിപാടിയും വേണ്ട, സുഖമായിട്ട് വീട്ടിലിരിക്കാം എന്നൊക്കെ. പക്ഷെ അങ്ങനെ മടുപ്പായിട്ട് ഇരിക്കുമ്പോഴാണ് ഓരോ അസുഖങ്ങളും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു മടുപ്പ് അങ്ങനെയില്ല. കൃഷിയോട് ഒരു താല്പര്യം ചെറുപ്പത്തിലോട്ടുണ്ട്. അതെ, ഇപ്പൊ എല്ലാവരും പൊതുവെ പറയുന്ന കാര്യം അത് തന്നെയാണ്. സാധാരണ എല്ലാ കർഷകരും പറയുന്ന കാര്യമാണ്. ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പൊ ഏറ്റവും വലിയ കർഷകർ നേരിടുന്ന പ്രശ്നം ഒന്ന് കാലാവസ്ഥ. കാലാവസ്ഥ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അതിന്റെ കൂടെ തന്നെ വിപണനം, ഇത് വിപണിയിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടി. വേറെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ബന്ധിത്തായി കിട്ടി ഒരു 20 ദിവസം മുമ്പ്. നമ്മളത് മറന്നുപോയി. പിന്നെ പറയാം, സംഭവം നമുക്ക് തരുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് സമയത്ത്. ഇനിയിപ്പോ മഴ മാറി കഴിയുമ്പോൾ വളം നിന്നിട്ട് നമുക്ക് പ്രയോജനമുണ്ട്. അങ്ങനെ അപ്പൊ വേണ്ടത് ഇപ്പൊ കൃഷിഭവനായാലും സർക്കാരായാലും കാര്യങ്ങളായാലും കർഷകരെ സഹായിക്കാന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് കിട്ടണം. അതെ, അപ്പൊ ഓരോ സാധനങ്ങളും ഇപ്പൊ നമുക്ക് പൂവ് തന്നു കൃഷി ചെയ്യാനായിട്ട്, പക്ഷെ അതിന്റെ വളം പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ ബന്ധിത്തായി തന്നത്? കൃഷിഭവൻ മുഖാന്തരം അല്ലേ? അത് നമ്മള് കുറച്ചെണ്ണം വെച്ചിട്ടുണ്ടെന്നോ? കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഏതാണ്ട് ഒരു 500 എണ്ണം തൈ വെച്ചതാ. ആണോ? 500ഓളം തൈ വെച്ചിരുന്നു. അപ്പൊ അന്നേരം ഇത് സീസൺ കഴിഞ്ഞിട്ടാണ്, നമുക്ക് ഓണം കഴിഞ്ഞിട്ടാണ് പൂവായുള്ളൂ. പിന്നെ ഞങ്ങള് ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു. ചുമ്മാ കൊടുക്കണല്ലേ? അപ്പൊ അതാണെങ്കിലും മാർക്കറ്റില് അതല്ലേ ഓണത്തിന്റെ തൊട്ട് മുന്നേ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് പോകാൻ പറ്റിയായിരുന്നു. പ്രാവശ്യം നമുക്ക് കൃഷിഭവൻ പറഞ്ഞു നമുക്ക് ഒരു പരിധി കൂടുതൽ ഇപ്പൊ തൈ ഇപ്പൊ നല്ല ഹൈബ്രിഡ് തൈ തരാന്ന് പറഞ്ഞു. നമുക്കൊരു പരിധി കൂടുതൽ തൈ ഓർഡർ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ, കറക്റ്റ് സ്ഥലത്തല്ലേ ചെയ്യുന്നത്. നമുക്കൊരു ഇപ്പൊ ഒരു 20 ദിവസം മുമ്പ് ഈ തൈ കിട്ടുവാണെങ്കിൽ കറക്റ്റ് ഓണത്തിന് നമുക്ക് പോവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മഴയായിട്ട് അതാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇതിപ്പോ 3000-4000 തൈ മേടിച്ച് നമ്മുടെ പഞ്ചായത്ത് തന്നെ ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെങ്ങനെയാണ് ഈ തൈ തരുന്നത്? നമുക്ക് ഇതായി സൗജന്യമായിട്ട് തരുന്നതാണോ അതോ സബ്സിഡി ആയിട്ടാണോ? അവര് തൈയുടെ പൈസ നമ്മുടെ ഇത് മേടിച്ചിട്ടില്ല. തൈ നമ്മൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് ചോദിച്ചിട്ട് നമ്മുടെ ഇവിടെ വന്ന കഴിഞ്ഞ പ്രാവശ്യം കൃഷിയൊക്കെ അവർ കണ്ട് സംതൃപ്തി ആയിട്ടാണ് അവര് ഇങ്ങോട്ട് വിളിച്ച് അവർ തരുമായിരുന്നു.
അപ്പൊ അവരിത് കൂടുതൽ കൊണ്ടുപോകാൻ പറയാം. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് ഇല്ല. പിന്നെ നമുക്ക് ഈ ഡേറ്റ് കഴിഞ്ഞു പിന്നെ നമ്മളത് വർക്ക് ചെയ്തിട്ട് പ്രയോജനം ഇല്ലാത്തതാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ 1000-2000 തൈ ഇപ്പൊ സർക്കാരിനോടും അല്ലെങ്കിൽ കൃഷിഭവനോടും ഒക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് ഇപ്പൊ തൈ തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളം കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് എന്നാൽ തന്നെയല്ലേ മാർക്കറ്റ് എന്നുള്ളൊരു ഇപ്പൊ ഓണം മാർക്കറ്റ് ഉദ്ദേശിച്ചാണെങ്കിൽ ആ സമയത്ത് അതിന് മുന്നേ കൃത്യ സമയത്ത് കിട്ടണ്ടേ. അതുപോലെ തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർ നൽകുന്നുണ്ട്, നിർദ്ദേശങ്ങളും തരുന്നുണ്ട് സമയാസമയങ്ങളിൽ. വാഴയ്ക്കാണെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ ഇന്ന മരുന്ന് അടിക്കണം, ഇന്ന മരുന്ന് തളിക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ നിർദ്ദേശം. ഗ്രൂപ്പൊക്കെ തുടങ്ങി നമ്മുടെ പഞ്ചായത്തിൽ. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങളൊരു ക്ലാസ് ഉണ്ടായിരുന്നു കർഷകർക്ക് വേണ്ടി തെങ്ങിന് ഉള്ള സംഭവം. ഞങ്ങളുടെ ഗ്രീൻ ഗ്രോവേഴ്സ് എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്. ഇപ്പൊ നമ്മളിപ്പോ ഈ 5 പേരെ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ? ഗ്രീൻ ഗ്രോവേഴ്സ്. ഓ അങ്ങനെയല്ലേ. നമ്മള് ഇങ്ങനെ ബോർഡ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയാറ്, പക്ഷെ ബോർഡൊക്കെ മനസ്സിലാണ്. അവർ കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസം വരട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. അതിപ്പോ അടുത്ത അതെ അല്ല ഇപ്പൊ ഇതൊരു നല്ല സന്ദേശം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് റിട്ടയർഡ് ആയവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഒരു 5 പേര് കൂടിയിട്ടുള്ള ഒരു ഇവിടെ ഇരുന്ന അയൽപ്പക്കത്തും അവിടെയൊക്കെയുള്ള ചുമ്മാ ഇതിന് മറ്റുള്ളവരുടെ ദുഷിപ്പുണയും ഇതൊക്കെ പറഞ്ഞ് നടക്കണ അല്ല അങ്ങനെയൊക്കെ സമയങ്ങളിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരാണ് ഇപ്പൊ ഇന്നത്തെ ലോകത്തുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മളത് നമ്മുടെ നാടിനും എല്ലാത്തിനും പ്രയോജനകരമായ രീതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രായം കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ. അപ്പം നമുക്ക് ആ പേര് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഒന്ന് പറയാമോ? നമ്മുടെ പേര് എങ്ങനെയാ? എൻ്റെ പേര് രാജൻ. നമ്മളാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ, ഈ കൃഷിയിടത്തിന്റെ തൊട്ടടുത്ത് നമ്മുടെ സാബു. പിന്നെ മറ്റു 3 പേരുടെ പേരും കൂടി പറഞ്ഞത്. ഒരാളുടെ സജീവ് KS, ഒരാളുടെ സജീവ് K, വിനയചന്ദ്രൻ R, ബാബു എന്ന് അറിയിക്കും. അങ്ങനെ 5 പേര്, 5 സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ അയൽപ്പക്കക്കാരും ഒക്കെ ആയിട്ടുള്ള ഈ നമ്മുടെ സ്ഥലം നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മൂവാറ്റുപുഴ റൂട്ടിൽ കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ മഞ്ഞളൂർ പഞ്ചായത്തിന്റെ കീഴിലാണ് നമ്മൾ വരുന്നത്. കൃഷിഭവൻ എല്ലാവിധ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇപ്പോൾ അടുത്ത സീസണിൽ നമ്മൾ ഇനിയും വരാം. ദൃശ്യ ചാനലിലെ ഹരിതം പരിപാടിയായിട്ട് വരാം. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല കുറച്ചും കൂടി പ്രായോഗികമായി നമുക്ക് അറിയാമല്ലോ പോരായ്മ. കഴിഞ്ഞ വർഷം കൃഷി ചെയ്തപ്പോഴാണ് വിപണനത്തിന്റെ പ്രശ്നം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളക്കെട്ടിന്റെ പ്രശ്നം എന്തായിരുന്നു, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി നല്ല രീതിയിൽ ഏതൊക്കെ കൂടുതൽ യോജിക്കുക ആ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 1 ഏക്കർ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ പരിസരത്ത് ഇനിയും ഇപ്പോൾ 20 സെന്റ് വേറെ കിട്ടി. അപ്പോൾ അവിടെയും ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ വിപുലീകരിക്കട്ടെ. കൂടുതൽ ഈ കൂട്ടായ്മ കുറച്ചും കൂടി ഉണർന്ന് എല്ലാവർക്കും ഇപ്പം മാതൃകയാണ്, കുറച്ചും കൂടി മാതൃകയാവട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഹരിതം എപ്പിസോഡിൽ ദൃശ്യ ചാനൽ വീണ്ടും വരാം. ഇത്രയും നേരം ദൃശ്യ TV നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് നന്ദി. ഇപ്പോൾ നമുക്ക് ആദ്യം നന്ദി, നമുക്കും നന്ദി. ബാക്കി 3 പേരോടും പറയണം. കാരണം അവർക്കിപ്പോൾ വരാൻ പറ്റാത്ത നമ്മൾ വന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ഇവിടെ തന്നെ വരേണ്ടതുണ്ട്. കാരണം ഇവരുടെ കൃഷി രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ആണ് ഇവർ ഇവിടെ ലീസിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, NSSന്റെ പറമ്പ് കൃത്യമായി നോക്കി കൊടുക്കുക എന്നതിനോടനുബന്ധിച്ചാണ് അവർക്ക് ഈ 1 ഏക്കറോളം സ്ഥലം കൃഷിക്കായി വിട്ടു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കൂടാതെ മറ്റൊരിടത്തും ഇതിനോട് ചേർന്ന് തന്നെ, ഈ കാപ്പിനോട് ചേർന്ന് തന്നെ 20 സെന്റ് സ്ഥലം അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കപ്പ നട്ടിട്ടുണ്ട്, ചേനയുണ്ട്, വാഴയുണ്ട്, കുറച്ച് കൃഷിഭവനിൽ നിന്നും ബന്ദി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ കൂടുതലായിട്ടും പച്ചമുളക്, ചീര, അതോടൊപ്പം തന്നെ ഇഞ്ചി തുടങ്ങിയ കുറേ ഇത് അവർ കൃഷി ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടത്ര രീതിയിൽ അത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചില്ല, ചില കാലാവസ്ഥയുടെയും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ കാരണം. പക്ഷേ ഇനിയും അവർ കൂടുതൽ വളർച്ച ഉണ്ടാവട്ടെ. ഈ കൂട്ടായ്മ ഇനിയും വളരട്ടെ, എല്ലാവർക്കും മാതൃകയാകട്ടെ. ഹരിതത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.